ഒരുപാട് പേരുടെ നെഗറ്റീവ് എനർജിയാണ് സ്വീകരിക്കുന്നത്. തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതിന് നമ്മുടെ ശരീരത്തിന് നമുക്ക് പ്രാപ്തിയാക്കണം. ഒരു 9 വയസ്സ് തൊട്ട് ഇത്രയും വയസ്സ് വരെ അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തെയ്യക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാണോ? അങ്ങനെ ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിസന്ധിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ പ്രതിസന്ധിയിലാണ്. ഇതിനകത്ത് നിഷ്കളങ്കമായ ഹൃദയം, അപ്പോൾ നിർമ്മലമായ മനസ്ഥിതി. കാരണം ആരോടും ഒരു കർക്കശമായ സമീപനം കാണിക്കാൻ ഒരു യഥാർത്ഥ തെയ്യക്കാരനെ സംബന്ധിച്ചിട്ട് ഉണ്ടാവില്ല, സാധിക്കും. അപ്പോൾ ചെറിയ നൈമിഷികമായ ചില മാത്രകൾ മനസ്സിനെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ദുർബലപ്പെടുത്തിയേക്കാം. ഒരു ദേശത്തിൻ്റെ കഥയും ഐതിഹ്യവും ചരിത്രവും വെളിപ്പെടുത്തുന്നതാണ് അവിടുത്തെ അനുഷ്ഠാന കലകൾ. വടക്കൻ കേരളത്തിൻ്റെ അനുഷ്ഠാന കലയാണ് തെയ്യം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തെയ്യം അനുഷ്ഠാന സ്ഥാനികനായ ബ്രഹ്മശ്രീ അനീഷ് പെരുമലേനാണ്. നമസ്കാരം. നമസ്തേ. നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായും. കുട്ടിക്കാലത്ത് എപ്പോഴാണ് തെയ്യം കണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ആദ്യമായിട്ട് തെയ്യം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ കെട്ടിയാടിയത് 9ാമത്തെ വയസ്സിലാണ് തെയ്യം കെട്ടിയാടി തുടങ്ങുന്നത്. 9 വയസ്സിൽ ഗുളികൻ തെയ്യം കെട്ടിയാടിയാണ് തെയ്യത്തിൻ്റെ അരങ്ങത്തേക്ക് ഞാൻ എത്തുന്നത്. ആദ്യമായിട്ട് 9 വയസ്സിൽ. അതെ. ഇപ്പോൾ തെയ്യം കെട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിൽ ഒരുപാട് തെയ്യങ്ങളുണ്ട്. ഏകദേശം 456ഓളം തെയ്യങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെ തെയ്യം കെട്ടിയിട്ടുണ്ടാവും ഇതുവരെ? തെയ്യം എന്ന് പറയുന്നത് ഒരു സാമുദായിക ആരാധനയാണ്. അപ്പോൾ ചില ദൈവത ചൈതന്യ തെയ്യത്തിനകത്ത് ദേവാരാധന, വൃക്ഷാരാധന, പ്രേതാരാധന, നാഗാരാധന ഇങ്ങനെയുള്ള ആരാധനാ ക്രമങ്ങളുണ്ട്. അതിനകത്ത് ഓരോ സമുദായത്തിൽപ്പെട്ടവർ കെട്ടിയാടിക്കൊള്ളണം എന്നുള്ള ചില നിയമങ്ങളുണ്ട്. അതുപ്രകാരം നമ്മുടെ സമുദായാചാരപ്രകാരമുള്ള ഒട്ടുമിക്ക തെയ്യങ്ങളും ഈ പ്രായത്തിനുള്ളിൽ കെട്ടിയാടാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? മനുഷ്യനാണ് അല്ലേ? മനുഷ്യനാണ് തെയ്യമായിട്ട്, അതായത് ദൈവമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും. എന്താണ് ആ സമയത്ത് തോന്നാറുള്ളത്? എങ്ങനെയാണ് ആ സമയം എന്ന് പറയുന്നത്? നമ്മൾ നിത്യോപാസനയിലൂടെ മനസ്സൊരു ഭ്രമിക വസ്തുവാണല്ലോ. ആ മനസ്സിനെ ഒരു നിയന്ത്രണ വിധേയമാക്കി നിർത്തി ഒരു സൂക്ഷ്മബിന്ദുവിലേക്ക് നമ്മളുടെ ചിന്താശേഷിയെ ക്രോഡീകരിച്ചുകൊണ്ട് ഉപാസനാദി ക്രിയകളിൽ മുഴുകുന്ന സമയത്ത് തീർത്തും നമ്മൾക്ക് അതീന്ദ്രിയമായ ഒരു ചൈതന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തത്വം. നിഷ്ഠകളും അതുപോലെ തന്നെ സ്തോത്രങ്ങളും സ്തുതികളും ഗീതങ്ങളും നിത്യോപാസനകളും സ്തോത്രങ്ങളും വഴി നമ്മളുടെ ബോധമനസ്സ് നമ്മളറിയാതെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ മനസ്സിനെയാണ് ആദ്യം നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അല്ലേ? മനസ്സിനെ പഠിപ്പിക്കണം ആദ്യം തന്നെ. മനസ്സിനെ പഠിപ്പിക്കുന്നതല്ല, കാരണം അത് നിത്യോപാസനയിൽ കൂടി മുമ്പ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ താപസന്മാർ, ഋഷീശ്വരന്മാർക്ക് ഇവർക്കൊന്നും ദാഹമോ വിശപ്പോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം ഈശ്വരീയ സ്മരണ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തീർത്തും ശരീരമർത്ഥം പ്രാണഞ്ച, ശരീരവും മനസ്സും പ്രാണനും നമ്മുടെ കെട്ടിയാടപ്പെടുന്ന ദേവതയിലേക്കോ ഉപാസനമൂർത്തിയിലേക്കോ സമർപ്പണം ചെയ്തുകൊണ്ട് ആ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ അതിന് നൂറ്റിരിക്കുന്ന സമയത്ത് ആ മൂർധന്യാവസ്ഥ, ആ സത്മുഹൂർത്തം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ദർപ്പണ ദർശനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് തെയ്യത്തിനകത്ത്. സ്വയം മറന്നു പോകുന്ന മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരുന്ന, ഞാനത് കണ്ടിട്ടുണ്ട്, കണ്ണാടി വെച്ചിട്ട് നോക്കുക. ഞാനെന്നിരിക്കുന്ന ആ സത്വം ഇല്ലാതാവുകയും നമ്മൾ മറ്റൊന്നായി തീരുകയും ചെയ്യുന്ന സ്വന്തം മനസ്സിനെ, സ്വന്തം മനസ്സാക്ഷിക്ക് കൺകുളിർക്ക കണ്ട് ബോധ്യം വരാനുള്ള ഒരു മാർഗമാണ് ശരിയായ രീതിയിലുള്ള ദർപ്പണ ദർശനം. തെയ്യം കെട്ടുന്നതിന് മുന്നേ, എനിക്ക് തോന്നുന്നത് കെട്ടുക തന്നെയല്ലേ പറയാം, തെയ്യം കെട്ടുന്നതിന് മുന്നേ ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ കാലത്തെ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തില് ഒറ്റക്കോലം അല്ലേ, പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത് തന്നെയാണ്. അല്ല, ഒറ്റക്കോലം എന്ന് പറഞ്ഞാൽ വിഷ്ണുമൂർത്തിയാണ്, തീച്ചാമണ്ടിയാണ് വിഷ്ണുമൂർത്തിയുടെ മറ്റൊരു രൂപമാണ്. ഈ പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു തെയ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. തീയിൽ കിടക്കുന്ന തെയ്യാണ്. തലേ ദിവസം തന്നെ പുളിമരത്തിന്റെ കമ്പുകള് അത്രയും വലിയൊരു മേലേരി ഉണ്ടാക്കിക്കൊണ്ടാണ് തെയ്യം അതിലേക്ക് വരുന്നത്.
ഒറ്റക്കോലം ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടൻ തെയ്യവും ചെയ്തിട്ടുണ്ട്, ഒറ്റക്കോലവും ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടൻ തെയ്യം ആണ്, പൊട്ടൻ തെയ്യത്തെക്കാൾ മേലേരി കൂടുതലുണ്ടാവും ഒറ്റക്കോലത്തിന്. പിന്നെ കനല് വാരി വേറെ ഒരു സ്ഥലത്ത് വെച്ച് അല്ലെ, കനലും തീയും രണ്ടും രണ്ടായിട്ട് മാറി പിണങ്ങുന്നതാണ് പൊട്ടൻ തെയ്യം. പൊട്ടൻ തെയ്യം കത്തുന്ന തീയിലും കനൽക്കൂമ്പാരത്തിലും മാറി മാറി 104 പ്രാവശ്യം അല്ലേ? അത് തീച്ചാൻ വേണ്ടിക്കുന്നു ഒറ്റക്കോലത്തിനാണ് 104 പ്രാവശ്യം വരുന്നത്. 101 തവണയെങ്കിലും യഥാവിധി ശരാശരി ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും ചാടിത്തീർക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ഈ 104 പ്രാവശ്യം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ. ഒരുപാട് ശാരീരികമായും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാണ് അതൊക്കെ മറികടക്കുന്നത്? അതിനകത്തുള്ള നമുക്ക് നമ്മളുടെ ഭൗതിക ശരീരത്തോട് നമ്മൾക്കുള്ള ആ ആഗ്രഹനിവൃത്തി അല്ലെങ്കിൽ നമ്മളെ ഭൗതിക ശരീരത്തോടുള്ള താല്പര്യം ഇല്ലാതാവുകയാണ്. കാരണം ശരീരം അർത്ഥം പ്രാണഞ്ച, ശരീരവും മനസ്സും പ്രാണനും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടു. പിന്നെ എന്തായി കഴിഞ്ഞാലും ഒരു 2-2.5 മണിക്കൂർ ഇത്രയും വലിയ തീക്കടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്ന സമയത്ത് നോർമലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുമല്ലോ, വെള്ളത്തിൻ്റെ അളവ് കുറയും. പിന്നെ സാമാന്യന നല്ല ഭാരം ഉണ്ടാവും ഈ തെയ്യത്തിന്. കാരണം ഒരു 10, 20, 22 തിരി കുരുത്തോല വേണം. കുരുത്തോല ഒരു 2 കിലോ കൂട്ടിയാൽ തന്നെ ശരാശരി 50 കിലോനടുത്ത് ഭാരം അത് മാത്രം വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരവും ഈ ശരീരകർത്താവിൽ അറിയാതെ പോകുന്നത് ശരിയായ രീതിയിൽ ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്ക് നിറയുന്ന സമയത്ത് സത്യസന്ധമായി നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ സാധാരണ മനുഷ്യന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ന് തീച്ചാൻ വേണ്ടി കഴിഞ്ഞു, നാളെ തെയ്യം ഉണ്ടാവും, നാളെ തെയ്യത്തിന് പോകും, തെയ്യം കെട്ടും, അതിന് പിറ്റേ ദിവസം തെയ്യം ഉണ്ടാവും. കാരണം ഈ തെയ്യം എന്ന് പറയുന്നത് ഒരു തുലാപ്പത്ത് മുതൽ ഒരു മേടം 15 വരെ തെയ്യക്കാലാണ്. അപ്പം ആ ഒരു സമയത്തിനുള്ള മിക്കവാറും എല്ലാ തെയ്യക്കാർക്കും എന്തായിരിക്കും, തലേന്നും പിറ്റേന്നും കളിയാട്ടുണ്ടാവും. അപ്പോൾ ഒരു തീച്ചാമണ്ടി കഴിഞ്ഞു എന്ന് കരുതി കുറച്ച് ദിവസം കൂടുതൽ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ പരമ്പരാഗതമായിട്ട് ഇതിന് മറ്റ് ചര്യകളൊന്നും ഇല്ല. കാരണം നമ്മളുടെ കർത്തവ്യമാണ്, നമ്മുടെ അർപ്പണ മനോഭാവത്തോടു കൂടി എന്ത് ചെയ്യുക, സർവ്വ കഷ്ടതകളിലും രക്ഷിച്ചെടുക്കുമെൻ്റെ ഭഗവാൻ എന്നുള്ള ആത്മസമർപ്പണം, അത് മാത്രമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഏകമാർഗം. നമുക്ക് ചിറ്റണ്ട പുതിയ കാവിലേക്ക് വരാം. ഇവിടെ പുതിയ ഭഗവതിയാണ് അല്ലേ? ശരിക്കും കണ്ണൂരുള്ള പുതിയോതി, പുതിയത്ര എന്നൊക്കെ പറയുന്ന ദേവി തന്നെയാണോ? അല്ല, അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഗജ നാച്ചുറൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവരാഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ സാങ്കേതിക പ്രയാസം വന്ന, നമ്മൾ സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. മാനുഷികമായ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ എന്താണ് അതിൻ്റെ മൂലകാരണം എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ ഒറ്റപ്പാലത്തുള്ള മോഹൻ കെ വേദകുമാർ എന്ന് പറയുന്ന ദൈവജ്ഞനെ കണ്ട് ഇതിൻ്റെ പ്രശ്നചിന്ത നടത്തുകയും അത് ഒഴുക്ക് ശിലയിൽ മറഞ്ഞിരിക്കുന്ന ഒരു മഹാദേവി ചൈതന്യമാണെന്ന് കണ്ടെത്തുകയും ഒപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വനശാസ്താവിൻ്റെ ചൈതന്യവും ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ വനശാസ്താവിൻ്റെ അവിടെ നിത്യവും വിളക്കും തിരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവത് ചൈതന്യം ഒഴുക്ക് ശിലയിലാണെന്ന് കണ്ടെത്തുകയും അപ്പോൾ അതിനുള്ള പരിഹാരക്രിയകളെ പറ്റി അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് വടക്കൻ സമ്പ്രദായ രീതിയിൽ കെട്ടിയാട്ടം നടത്തപ്പെടാവുന്ന ഒരു ദേവതാ ചൈതന്യമാണ് ഇതെന്ന് കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാവരൂപ രസഗുണഗന്ധ സ്പർശം എന്നാണല്ലോ പറയാം, ഇതിൻ്റെ രൂപങ്ങളും അതുപോലെ തന്നെ സ്തോത്രങ്ങളും സ്തുതികളും ഗീതങ്ങളും ഏതൊക്കെയാണ് ഈ ദേവതാ ചൈതന്യത്തിന് ഉചിതമെന്ന് പ്രശ്നചിന്ത നടത്തി അങ്ങനെയാണ് ഈ ദേവതയെ ഈടക്കെട്ടിയാടാനുള്ള കാരണം. ശരി. അപ്പോൾ നമ്മുടെ ഓടയിൽ പന്തം കൊളുത്തിയിട്ടുള്ള ദേവിയല്ലേ? അല്ല, പന്തയില്ലാത്ത ദേവിയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ശാസ്തപ്പൻതിറ, അത് ഇപ്പോൾ ശരിക്കും കണ്ണൂർ പയ്യന്നൂരിനടുത്ത് കാളകാട്ടിലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അതേ ഇതിവൃത്തം തന്നെയാണോ? അത് തന്നെയാണ്. ശാസ്തപ്പൻ അത് തന്നെയാണ്. കാളകാട് ശാസ്ത്രപ്പൻ തന്നെയാണ് ഇവിടെ കെട്ടിയാടുന്നത്. കാളകാട് ശാസ്ത്രപ്പൻ 2 തരത്തിൽ കെട്ടിയാടുന്നത്. ഷോഡശ കലാരൂപം എന്ന് പറയുന്ന 16 വാലുകളുള്ള ചട്ടയണിഞ്ഞ ഒരു ദേവതാ ചൈതന്യമുണ്ട്. പീലിമുടി വെച്ച് മറ്റൊരു രൂപമുണ്ട്. പീലിമുടി വെച്ച് കാളകാട് സമ്പ്രദായത്തിൽ കഴിക്കുന്ന ശാസ്ത്രപ്പനാണ് ഇവിടെ പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആ ദേവതയെ കെട്ടിയാടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ ശക്തി തന്നെയാണ് ശരിക്കും ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കാര്യം, വെള്ളാട്ടം ശരിക്കും തെയ്യത്തിന്റെ ബാലതെയ്യാണോ വെള്ളാട്ടം എന്ന് പറയുന്നത്? അതായത് മുദ്രകലശം എന്ന് പറയും. കലശം, കാരണം ഭഗവതിക്ക് വെള്ളാട്ടില്ല, ഭഗവതിന്റെ കലശം.
കലശം. അപ്പോൾ ചെറിയ രീതിയിൽ ഭഗവതിയുടെ ചൈതന്യത്തെ ശരീരത്തിൽ ആവാഹിച്ചുകൊണ്ട് ലളിതമായ ചടങ്ങുകളോടുകൂടി ഈ പുന്നലിൻ്റെ അരി കുത്തിയുണ്ടാക്കിയ നിവേദ്യം ഭഗവതിക്ക് സമർപ്പിച്ച് വിശേഷാൽ വഴിപാടുകളും പൂജകളും നടത്തുന്ന ഒരു ലളിതമായ ലഘുവായ ഒരു ചടങ്ങാണ് പുത്തരിക്കലശം. പുത്തരിക്കലശം. വെള്ളാട്ടവും തോറ്റവും തമ്മിൽ എന്താണ് വ്യത്യാസം? വെള്ളാട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ തെയ്യങ്ങളുടെ മോഹനരൂപം അഥവാ ബാലരൂപം എന്ന് പറയുന്ന ഒരു അവസ്ഥാന്തര വിശേഷമാണ് വെള്ളാട്ടം. ചില തെയ്യങ്ങൾക്ക് തടങ്ങിത്തോറ്റങ്ങളുണ്ട്. പൂർത്തീകരണം ആവുന്നതിൻ്റെ തൊട്ടു മുന്നേ, കോലം പൂർത്തീകരിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേയുള്ള ഒരു ചടങ്ങാണ് വെള്ളാട്ടം. തോറ്റെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഉത്ഭവകഥ പറയുന്നതാണ് അല്ലേ? എല്ലാ തെയ്യത്തിനും തോറ്റയില്ല. എല്ലാ തെയ്യത്തിനും തോറ്റുണ്ട്. എല്ലാ തെയ്യത്തിനും തോറ്റുണ്ട്. അതെ അതെ. എല്ലാ പക്ഷെ വെള്ളാട്ടം എല്ലാ തെയ്യത്തിനും ഇല്ല. ഇപ്പൊ പൊട്ടൻ ദൈവത്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻ ദൈവത്തിന് വെള്ളാട്ടം ഇല്ല. മറിച്ചൊരു ശാസ്ത്രപ്പനാണെങ്കിൽ ആദ്യം വെള്ളാട്ടം ഇറങ്ങും. വെള്ളാട്ടത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വെള്ളകെട്ടുക എന്ന് പറയുന്നൊരു സാധനമാണ്. വെള്ളകെട്ട് ഒരു തോർത്തുമുണ്ട് ശിരസിലണിഞ്ഞ് കൊടിയില വാങ്ങി സമർപ്പിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം. അതാണ് ഈ വെള്ളാട്ടം, വെള്ളകെട്ടുക എന്നൊക്കെ പറയുന്നത്. മറിച്ച് തെയ്യം എന്ന് പറയുമ്പോൾ പൊട്ടൻ ദൈവത്തെ സംബന്ധിച്ചിട്ട് കൊട്ടിപ്പാടിത്തടങ്ങൽ എന്ന് പറയും. ദൈവത്തിൻ്റെ സ്തോത്രങ്ങളും സ്തുതികളും ഈ തെയ്യം കെട്ടിയാടപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ട ആളും സഹായികളും ഒക്കെ ചേർന്ന് ശിവാഷ്ടകം, ശിവസ്തുതി, മനീഷാ പഞ്ചകം, ദൈവത്തിൻ്റെ തോറ്റങ്ങൾ, സ്തുതികൾ, കീർത്തനങ്ങൾ, ഗീതകൾ ഇതൊക്കെ ചൊല്ലി ഉറയിക്കുന്ന ഒരു സാഹചര്യമാണ് പൊട്ടൻ ദൈവത്തിൻ്റെ. പിന്നെ ദൈവമായിട്ട് വരുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായതാണ്. പുതിയ ഭഗവതിയുടെ, അതായത് പുതിയോതി വടക്കൻ കേരളത്തിൽ. അപ്പോൾ മുന്നിൽ വന്ന് നമ്മളോട് പറയുന്നത് വാചാലെന്നാണോ പറയുക? അതെ അതെ, വാചാലെന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സദാ കത്തിയെരിയുന്നവളാണെങ്കിലും ഞാൻ അനുഗ്രഹം ചൊരിയുന്നില്ലേ എന്നങ്ങനെ ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. അവിടുത്തെ പുതിയോതി എന്ന് പറയുമ്പം ഒടയിൽ കത്തിച്ചു വരുന്ന പന്തവുമായിട്ടുള്ള തെയ്യാണ്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടുന്ന് ഒരു ദൈവിക ശക്തി ഉള്ളിലേക്ക് വരും ഒരു തെയ്യം? നിശേഷം സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ ശരീരകർത്താവിൻ്റെ കൃത്യമായ ഉപാസനയും കൃത്യമായ നിഷ്ഠയും പരമ്പരാഗത നിഷ്ഠകൾ ആചരിച്ച് തെയ്യം കെട്ടിയാടുന്ന ഒരാളെ സംബന്ധിച്ച് ബിംബോപാധിയിലോ പഞ്ചഭൂതത്തിലോ നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആ ദേവചൈതന്യത്തെ സ്വശരീരത്തിലേക്ക് ആവേശിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ചുറ്റും ഒരു കാന്തിക വലയം സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ ഒരു കാന്തിക വലയത്തിൽ അവിടെ ഭക്തരായി എത്തുന്ന ആളുകളുടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അവർക്കൊരു പോസിറ്റീവ് എനർജി എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് സിദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പച്ചയായ തലം. അല്ല, കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ നമ്മൾ തെയ്യം കാണാൻ പോകുമ്പോൾ അതിങ്ങനെ ആസ്വദിക്കും അല്ലേ? വലുതാവുമ്പോഴാണ് ഒരു തെയ്യം എന്താണെന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഖത്തെടുത്തു തുടങ്ങി എത്ര നേരത്തെ ചിട്ടകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ? പഠനം പൂർത്തിയാവുന്നില്ല, നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അതെ, അറിവ് അനന്തസാഗരമാണ്. ഒരു തെയ്യത്തെ, ഒരു ദേവതയെക്കുറിച്ച് ഇപ്പം നമുക്കിപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പ്രകൃതിയിൽ വളരെ സാരമായതാണ് ഒരു ചെറു കഷ്ണം കല്ല് അല്ലേ? നമ്മൾക്ക് ഏത് ലോഹക്കെട്ടുകൾ ഉപയോഗിച്ചാലും ഒരു കഷ്ണം കല്ലുണ്ടാക്കാൻ പറ്റും. നമുക്ക് പ്രകൃതിയിലൊരു കല്ലുണ്ടായാൽ നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും അല്ലേ? രൂപങ്ങൾ നിർമ്മിക്കാം, ശില്പങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ എന്ത് ചെയ്യാം? ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്കതിൻ്റെ ഗുണദോഷാദി ഫലങ്ങൾ ഉണ്ടാവുന്നത്. ആ ചൈതന്യത്തെ യഥാവിധി സ്വശരീരത്തിലേക്ക് ആവാഹിക്കാൻ മാത്രം പവിത്രമായിരിക്കണം ഈ കോലധാരി. അതായത് ഒരുപാട് പേരുടെ നെഗറ്റീവ് എനർജിയാണ് സ്വീകരിക്കുന്നത്. തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതിന് നമ്മുടെ ശരീരത്തിന് നമുക്ക് പ്രാപ്തിയാക്കണം. ഒരു 9 വയസ്സ് തൊട്ട് ഇത്രയും വയസ്സ് വരെ അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തെയ്യക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാണോ? അങ്ങനെ ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിസന്ധിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ പ്രതിസന്ധിയിലാണ്. കാരണം ഈ തെയ്യത്തിൻ്റെ ആചാരസ്ഥാനികന്മാർ എന്ന് പറയുമ്പോൾ ഒരു വലിയ നിഷ്ഠകളുടെ ചട്ടക്കൂടിൽ ജീവിക്കേണ്ട ഒരാളാണ്. ബലിച്ചോറ് പാടില്ല, പുലച്ചോറ് പാടില്ല, കൊലച്ചോറ് പാടില്ല. ഈ അശുദ്ധിയായ സ്ത്രീകളുടെ സാമീപ്യമോ സാന്നിധ്യമോ അവരുണ്ടാക്കുന്ന ആഹാരങ്ങളോ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പരമ്പരാഗത നിയമം. ഒരുപാട് ചിട്ടകൾ. അതെ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ജീവിത സാഹചര്യം വളരെ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് വലിയ പ്രയാസമാണല്ലോ. ഒരു കുടുംബം മുന്നോട്ട് പോവുക, നിത്യവും ഉള്ള ഒരു വരുമാന മാർഗമല്ല കെട്ടിയാട്ടം.
കാരണം ആകെ കെട്ടിയാട്ടം എന്ന് ആ ഒരു കാലത്ത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തുലാം 10 തുടങ്ങി ആ ഒരു അതെ അതെ കാലം ഒരു മേടം വരെയുള്ള ഒരു കാലയളവാണ് തെയ്യത്തിൻ്റെ കാലയളവ്. ഇതിലെല്ലാ ദിവസവും ഒരാൾക്ക് തെയ്യത്തിന് പോകാൻ കഴിയില്ല. ഇല്ല. കാരണം ഇന്നൊരു ക്ഷേത്രത്തിൽ പോയാൽ ഇന്ന് തുടങ്ങി നാളെ നടുക്കളയാട്ടം, മറ്റന്നാൾ കഴിഞ്ഞു. 3 ദിവസമാണ് ഒരു ക്ഷേത്രത്തിലുണ്ടാവുക. അദ്ദേഹത്തിന് ഒരു തെയ്യല്ലേ അവിടെ കെട്ടാൻ പറ്റുള്ളൂ. അപ്പം അതിൽ നിന്നുണ്ടാവുന്ന വേദനം കൊണ്ട് മറ്റൊരു കാര്യങ്ങൾക്ക് പോകാനും പറ്റില്ല. ഇതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ചിട്ടയോടെ ജീവിക്കുകയും വേണം. അപ്പോൾ ജീവിതം വളരെയധികം സൂക്ഷിച്ചു പോകും എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. പിന്നെ ഒരുപാട് ആത്മഹത്യകൾ കൂടി വരുന്നുണ്ടല്ലേ? ശരിക്കും അശ്വന്തിൻ്റെ മരണം, പിന്നെ ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, ഞാൻ എന്നാലും അതിലേക്ക് വരികയാണ്. അശ്വന്തിൻ്റെ മരണം, അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച സജിത്ത് പണിക്കരുണ്ടായിരുന്നു. അറിയാം, കോയങ്കര സജിത്ത്. സജിത്തിൻ്റെ മരണം. അപ്പോൾ ഒരുപക്ഷെ അത് തെയ്യം കെട്ടിയത് കൊണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്, ശരിക്കും ജീവിതം ഒരു ആത്മഹത്യയിലേക്ക് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർത്തും അത് അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാലാണ്. കാരണം ഒരിക്കലും ഈ കൊയങ്കര സജിയേട്ടൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന് അറിവിൻ്റെ നിറകുടമായിരുന്നു ഈ കൊയങ്കര സജിയേട്ടൻ. കാരണം ഏത് വിഷയത്തെപ്പറ്റി എപ്പോഴും സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരു വലിയ ഒരു ഗ്രന്ഥം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷേ എത്ര തന്നെ അറിവും പ്രാപ്തിയും ഉള്ള ആളാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തത്വശാസ്ത്രങ്ങളൊക്കെ എന്തായി പോയേക്കാം, മറന്നു പോയേക്കാം. അതുപോലെ തന്നെ നമ്മുടെ അശ്വന്ത് എന്ന് പറയുന്നത് തെയ്യപ്രപഞ്ചത്തിൻ്റെ ഒരു തീരാ നഷ്ടമാണ്. തീർച്ചയായിട്ടും ആയോധന കലയുടെ സാമ്രാട്ട് ചെറിയ പ്രായത്തിൽ തന്നെ എന്തോരം തെയ്യം തെയ്യത്തിൻ്റെ തീരാ നഷ്ടം അങ്ങനെ വേണം അദ്ദേഹത്തെ. ഇതൊക്കെ ഒരു വ്യക്തിപരമായ കാരണങ്ങളാലും തീർച്ചയായും അല്ലാതെ കാരണം ഇതിൻ്റെ അകത്ത് നിഷ്കളങ്കമായ ഹൃദയം, അപ്പോൾ നിർമ്മലമായ മനസ്ഥിതി. കാരണം ആരോടും ഒരു കർക്കശമായ സമീപനം കാണിക്കാൻ ഒരു യഥാർത്ഥ തെയ്യക്കാരനെ സംബന്ധിച്ചിട്ട് എന്താവില്ല, സാധിക്കും. അപ്പോൾ ചെറിയ നൈമിഷികമായ ചില മാത്രകൾ മനസ്സിനെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ദുർബലപ്പെടുത്തിയേക്കാം. അതെ. ഇപ്പോൾ കാന്താര കണ്ടതിന് ശേഷം കൂടുതൽ ആൾക്കാർ തെയ്യത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ കാന്താര സിനിമ കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പച്ചയായ സത്യം. ഞാൻ പൊതുവെ സിനിമ അങ്ങനെ കാണാത്ത ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നോട് വിളിച്ച് കുറേ പേര് ടീച്ചർ ഇങ്ങനെയാണോ വടക്കൻ കേരളത്തിലെ തെയ്യം എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതിനുശേഷം കൂടുതൽ തെയ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്ത് തെയ്യത്തിൽ ഒരു അന്തർധാരയിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ളത് സിനിമയിലും കൂടി കാണിച്ചിട്ടുണ്ട്. അതാണ് അത് ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഒരു അതിൻ്റെ മിത്ത് മനസ്സിലാക്കാനുള്ള ഒരു വഴി സംവിധായകൻ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തെയ്യം ഇപ്പോഴൊക്കെ ഞാൻ പറയാൻ വെച്ചാൽ തെയ്യം ഒരു കലയായി മാറിയിട്ടുണ്ട് അല്ലേ? ഫോക്ക് ഡാൻസ് രൂപത്തിലേക്കൊക്കെ തെയ്യത്തെ മാറ്റി നിർത്തുന്നുണ്ട് എന്ന് പെരുമലയിന് തോന്നുന്നുണ്ടോ? അതായത് തോന്നുന്നുണ്ടോയെന്ന് വെച്ചാൽ തോന്നുന്നുണ്ട്. അതിനകത്ത് 2 തരത്തിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നു. ഇപ്പോൾ രവിവർമ്മ ചിത്രം നമുക്ക് ഹൃദയസ്പർശിയായ ഒരു സാധനമാണ് അല്ലേ? നമ്മളെ ലോക്കൽ ആർട്ടിസ്റ്റുകളും എന്താവും അതുപോലെ വരക്കായിരിക്കും. പക്ഷെ അതൊരിക്കലും രവിവർമ്മ ചിത്രമാവില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തെയ്യം തൊഴിലായി സ്വീകരിച്ച ആളുകളുണ്ടാവാം. പിന്നെ സമൂഹത്തിൽ ഇന്ന് എല്ലാ തലങ്ങളിലും അത്യുന്നതമായ കഴിവുകളുള്ള കലാകാരന്മാരുണ്ട്. ഓരോ ആളുകൾ തെയ്യത്തിൻ്റെ സമുദായമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകൾ തെയ്യത്തിൻ്റെ ശില്പങ്ങളും അണിയലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കലാകാരന്മാർ കെട്ടിയാടുന്ന വേഷവും ആരോപിക്കപ്പെടുന്നത് ഈ യഥാർത്ഥ തെയ്യത്തിൻ്റെ മേലെയാണ്. അല്ല, ഒരിക്കലും അതൊരു കലയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ പിറകിൽ ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. കലയെപ്പോലെയല്ല. ഇപ്പം പെരുമലയൻ തന്നെ പറഞ്ഞു എത്രമാത്രം ചിട്ടവട്ടങ്ങളാണെന്ന്. അതുകൊണ്ട് കലയായി മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. ഒരു വ്യക്തിയുടെ അല്ല, ഒരു കൂട്ടായ്മയുടെ അനുഷ്ഠാനത്തിൻ്റെ അനന്തര ഫലമാണ് ഒരു തെയ്യം. ഒരു തെയ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു കോമരമുണ്ടാവും, അതിന് വാദ്യക്കാരുണ്ടാവും, അതുപോലെ തന്നെ നോറ്റ് നിൽക്കുന്ന ആളുണ്ടാവും. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ പ്രയത്നത്തിൻ്റെ അമൂർത്തമായ ഒരു ഫലസിദ്ധിയാണ് തെയ്യം. ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ആ ദേവതയുടെ തിരുമുഖം കാണാൻ പറ്റുന്ന ഒരവസരം, ആ ഒരു കാത്തിരിപ്പ്, അത് ഹൃദയഭേദകം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള തെയ്യങ്ങളെ നിങ്ങളീ പറയുന്നത് പോലെ മൂല്യമില്ലാത്ത രീതിയിൽ അതാരാണോ 2 തരത്തിലുള്ള ആളുകളുണ്ട്.
തെയ്യം കെട്ടുന്ന ആളുകളിലുള്ള ആളുകളുമുണ്ട്, അതുപോലെ തന്നെ നല്ല കലാകാരന്മാരും ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ ആരായിരുന്നു കഴിഞ്ഞാലും നമ്മൾ ഇത്ര മഹത്വത്തോടെ ബൃഹത്വത്തോടെ കാണുന്ന ആ ഒരു മഹാചൈതന്യത്തെ, എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു തെയ്യത്തിൻ്റെ ഫോട്ടോ വന്ന ഒരു പത്രം കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കടന്നു വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഞാനത് എടുത്തിട്ട് എന്ത് ചെയ്യും, തൊട്ട് നമസ്കരിച്ചിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കുക എന്നല്ലാതെ. അപ്പോൾ നമ്മൾ അതൊരു ഛായാപടമാണെങ്കിൽ പോലും നമ്മൾ അതിലും ആ ചൈതന്യത്തിൻ്റെ മഹത്വത്തെ കാണുന്നു. അപ്പോൾ അത് അവരുടെ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. കാരണം അവർ ആ തെയ്യത്തെ താൻ അതിനെ ഭജിച്ചാൽ അത് തന്നെ ഭജിക്കും എന്ന് അതിനെ നമ്മൾ എത്ര കണ്ട് അറിയാൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് എന്ത് ചെയ്യും, അത് ഒരു അനന്തസാഗരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെയ്യം കെട്ടിയാടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും അല്ലേ? അതിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ പ്രേക്ഷകരോട്? ഒരുപാട് ഉണ്ടാവും, എന്നാലും. അതായത് നമുക്കുള്ള ഒരു സന്തോഷം അത് ഒന്നൊന്നായി എടുത്തു പറയാൻ പറ്റില്ല. ഓരോ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ വർഷം പിന്നെ നമ്മൾ കളിയാട്ടം നടത്തിയ സ്ഥലങ്ങളിൽ ഈ വർഷം പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരെയാക്കി തന്നു, അല്ലെങ്കിൽ നമുക്കതിൽ ഒരുപാട് അനുഭവങ്ങൾ നേരെയായി എന്നൊക്കെ പറയുന്നത്. അത് ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ അനുഭവങ്ങളായിട്ട് നമുക്ക് മാറുകയാണ്. വളർന്നു വരുന്ന തെയ്യക്കാരോട് എന്താണ് പെരുമലയിൽ പറയാനുള്ളത്? പൂർണ്ണ അനുഷ്ഠാനത്തോടെ പരമ്പരാഗത സമ്പ്രദായം മുറതെറ്റാതെ, വഴിതെറ്റാതെ, അണുകിട മാത്രക്ക് വ്യത്യാസം വരുത്താതെ കൃത്യമായ രീതിയിൽ പൂജിച്ചോർക്ക് പുത്രദാനം, നിശേഷം സംശയമില്ലാത്ത, അത് നമ്മൾ എത്ര കണ്ട് ആ ദേവതയോട് ആത്മാർത്ഥത കാണിക്കുന്നു അത്ര കണ്ട് ആ ദേവത നമ്മളെ ആയാസേന ജീവിതം അനായാസേന മരണം എന്നല്ലേ പറയാം. അപ്പോൾ ഈ ജീവിത കാലയളവിൽ ഈശ്വരൻ തന്നിരിക്കുന്നതായ ഈ വളരെ നൈമിഷികമായ മാത്ര എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും ഒരു ജീവിതത്തെക്കുറിച്ച്. പ്രാണൻ വളരെ നിസ്സാരമാണ് അല്ലേ? വായു നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരു നൈമിഷിക മാത്ര നമ്മളെ ഉള്ളിലേക്കത് ഇറങ്ങുകയും കയറുകയും ചെയ്യാത്തൊരവസ്ഥ വന്നാൽ തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഈ ക്ഷണികമായ നമ്മുടെ ജീവിതത്തിൽ ലോകോപകാരപ്രദമാവുന്ന രീതിയിൽ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സമ്പ്രദായങ്ങളോ കീഴാചാരങ്ങളോ നമുക്കത് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ആ ജന്മത്തിൻ്റെ ശ്രേഷ്ഠത അതുതന്നെയാണ് എന്ന് മാത്രമാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചിറ്റണ്ടയിലെ ഭക്തജനങ്ങളോട് എന്താണ്? ചിറ്റണ്ടയിലെ ഭക്തജനങ്ങളോട് ഹൃദയം തുറന്ന്, കാരണം അവരേറെ കാലത്തെ പ്രതീക്ഷയ്ക്ക് ശേഷമാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ ഉണ്ടാവും പറയാൻ. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രാർത്ഥനയും അർപ്പണവും ആത്മാർത്ഥവും സത്യസന്ധവും നീതിജനകവുമാണെങ്കിൽ നിശേഷം സംശയമില്ല, ആയിരക്കാതം അകലെയാണെങ്കിലും മാറത്തടിച്ച് അമ്മയെന്ന് വിളിച്ച ആ വിളിപ്പുറത്ത് ഇവിടുത്തെ ഭഗവതി ഉണ്ടാവും. അതിലൊരു സംശയമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. ഒരുപാട് സ്നേഹം. നമസ്തേ.